നമസ്കാരം, ഞാൻ ഡോക്ടർ നയന. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. സന്തോഷത്തോടെയും സമാധാനത്തോടെയുമുള്ള ജീവിതത്തിന് വളരെ അത്യാവശ്യമായി വേണ്ട ഒന്നാണ് നോ പറയുവാനുള്ള കഴിവ്. എന്നാൽ നമ്മളിൽ പലർക്കും വേണ്ട സമയത്ത് വേണ്ട പോലെ നോ പറയുവാൻ ബുദ്ധിമുട്ടാണ്. പ്രത്യേകിച്ചും നമ്മുടെ ബോസിൻ്റെ അടുത്തോ നമ്മുടെ സഹപ്രവർത്തകരുടെ അടുത്തോ നമ്മുടെ ഫ്രണ്ട്സിൻ്റെ അടുത്തോ ഒക്കെ നോ പറയുവാൻ മടിച്ച് യെസ് പറഞ്ഞിട്ടുണ്ടോ നിങ്ങൾ? അങ്ങനെ നമുക്ക് താല്പര്യമില്ലാത്ത ഒരു കാര്യം ചെയ്യേണ്ടി വരുമ്പോൾ അത് പല കാരണങ്ങൾ കൊണ്ടാവാം. ഒന്നുകിൽ അവർക്ക് ദേഷ്യം വരുമോ എന്നുള്ള സംശയം, അല്ലെങ്കിൽ നമ്മളെ ഒറ്റപ്പെടുത്തുമോ എന്നുള്ള പേടി, അവരെന്ത് വിചാരിക്കുമെന്നുള്ള ആശങ്ക, അങ്ങനെ പല കാരണങ്ങൾ കൊണ്ട് നമ്മൾ യെസ് പറയാം. അങ്ങനെ താല്പര്യമില്ലാത്ത ഒരു കാര്യം ചെയ്യേണ്ടി വരുമ്പോൾ നമുക്ക് ദേഷ്യം, വാശി, സങ്കടം, ഫ്രസ്ട്രേഷൻ ഒക്കെ തോന്നുവാനുള്ള സാധ്യതയുണ്ട്. ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്നത് കുറ്റബോധം തോന്നാതെ എങ്ങനെ നന്നായി നോ പറയാം എന്നതിനെ പറ്റിയാണ്. അതിന് സഹായിക്കുന്ന 5 പോയിൻറ്റ്സാണ് ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്നത്. ഫസ്റ്റ് പോയിൻറ്റ്, ക്ലിയർ ആയിട്ടും കൺസൈസ് ആയിട്ടും നോ പറയുക. അനാവശ്യമായ വിശദീകരണങ്ങൾ നൽകാതെ, ആവശ്യമില്ലാതെ ക്ഷമാപണം നടത്താതെ, ന്യായീകരണങ്ങൾ നടത്താതെ നമുക്ക് പറയാനുള്ള നോ വളരെ ക്ലിയറായിട്ട് തന്നെ പറയുക. നമുക്ക് അതിന് ഉള്ള ഒരു റീസൺ പറയാം. എനിക്കന്ന് സമയമില്ല, അല്ലെങ്കിൽ എൻ്റെ ജോലി അന്ന് ഉണ്ട്, അല്ലെങ്കിൽ എനിക്കന്ന് മറ്റൊരു എൻഗേജ്മെൻ്റ് ഉണ്ട്. അങ്ങനെ എന്തെങ്കിലും ഒരു റീസൺ നൽകുന്നതിൽ തെറ്റില്ല. മറിച്ച് നമ്മൾ ഒരുപാട് വിശദീകരണങ്ങൾ നൽകുകയാണെങ്കിൽ കേൾക്കുന്ന വ്യക്തിക്ക് തോന്നുക നമ്മൾ അതിൽ തീർച്ചയില്ലാതെ സംസാരിക്കുന്നു എന്നാണ്. അങ്ങനെ തോന്നുമ്പോൾ അവർ നമ്മളെ കൂടുതൽ നിർബന്ധിക്കുവാനും നമ്മൾ ആ നിർബന്ധത്തിന് വഴങ്ങേണ്ടി വരാനും ഉള്ള സാധ്യതയുണ്ട്. അതുപോലെ യെസ് പറഞ്ഞാലും നോ പറഞ്ഞാലും ആലോചിച്ച് തീരുമാനമെടുക്കുക. തീരുമാനം ഒരിക്കൽ എടുത്തു കഴിഞ്ഞാൽ അതിൽ തന്നെ നിൽക്കുവാനായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, പൊളൈറ്റായിട്ട് നോ പറയേണ്ട സ്ഥലത്ത് പൊളൈറ്റായിട്ട് തന്നെ നോ പറയുക. കർക്കശമായി നോ പറയേണ്ടടുത്ത് കർക്കശമായി തന്നെ നോ പറയുക. സെക്കൻഡ് പോയിന്റ്, നമ്മൾ ഒരു വ്യക്തിയോട് നോ പറഞ്ഞതിലൂടെ അദ്ദേഹത്തെ ഉപദ്രവിക്കുകയല്ല ചെയ്തത്, മറിച്ച് സഹായിക്കുകയാണ് എന്ന ബോധം നമുക്കുണ്ടാവുക. അപ്പോൾ കുറ്റബോധമില്ലാതെ നോ പറയുവാൻ നമ്മളെ അത് സഹായിക്കും. നമ്മൾക്ക് താല്പര്യമില്ലാത്ത ഒരു കാര്യം ഏറ്റെടുത്ത് താല്പര്യമില്ലാതെ അത് ചെയ്യുന്നതിലൂടെ നമ്മളെയും ആ വ്യക്തിയെയും ഉപദ്രവിക്കുന്നതിന് പകരം നോ പറഞ്ഞ് യെസ് പറയാൻ സാധ്യതയുള്ള മറ്റൊരു വ്യക്തിയെ കണ്ടുപിടിക്കാനുള്ള സാഹചര്യം ആ വ്യക്തിക്ക് നമ്മൾ നൽകുകയാണ് ചെയ്തത്. അതുപോലെ തന്നെ അദ്ദേഹത്തിനോട് നമ്മൾ നോ പറഞ്ഞതിലൂടെ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റ് പല കാര്യങ്ങൾക്കും നമ്മൾ യെസ് പറയുകയാണ് ചെയ്തത്. അത് ചിലപ്പോൾ നമ്മുടെ ഫാമിലിയുമായി ടൈം സ്പെൻഡ് ചെയ്യാനാവാം, അല്ലെങ്കിൽ നമ്മുടെ ജോലി ചെയ്ത് തീർക്കാനാവാം. അങ്ങനെ പല ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾക്കും നമ്മൾ യെസ് പറയുകയാണ് ചെയ്തത്. തേർഡ് പോയിന്റ്, നമ്മൾ നമ്മുടെ പ്രയോറിറ്റീസ് സെറ്റ് ചെയ്യുക. നമ്മുടെ പ്രയോറിറ്റീസ് നമുക്കറിയാമെങ്കിൽ മറ്റ് പലതിനോടും നോ നാച്ചുറലായി തന്നെ വന്നുകൊള്ളും. ഫോർത്ത് പോയിന്റ്, നമ്മുടെ കൂടെ ഇടപഴകുന്ന ആൾക്കാർക്ക്, അത് നമ്മൾ ആരോ ആയിക്കോട്ടെ, നമ്മുടെ ഫ്രണ്ട്സ്, കൊളീഗ്സ് ആരോ ആയിക്കോട്ടെ, നമ്മുടെ കൂടെ ഇടപഴകുന്ന ആൾക്കാർക്ക് നമ്മൾ എല്ലാത്തിനും യെസ് പറയുന്ന വ്യക്തിയാണ് എന്ന തോന്നൽ കൊടുക്കാതിരിക്കുക. സാഹചര്യം അനുസരിച്ച് നമ്മൾ യെസ് പറയാനും നോ പറയാനും സാധ്യതയുണ്ട് എന്ന തോന്നൽ അവർക്കുണ്ടെങ്കിൽ അവർ അനാവശ്യ കാര്യങ്ങൾക്ക് നിങ്ങളെ സമീപിക്കാതിരിക്കും. അങ്ങനെ നോ പറയേണ്ട സാഹചര്യങ്ങൾ തന്നെ കുറയും. ഫിഫ്ത്ത് പോയിന്റ്, നമ്മളെക്കൊണ്ട് സാധിക്കുമെങ്കിൽ മാത്രം മറ്റൊരു ഓൾട്ടർനേറ്റീവ് അവർക്ക് നൽകുക. ഇന്ന് എനിക്ക് സമയമില്ല, നാളെ ആണെങ്കിൽ അത് ചെയ്യാം, അല്ലെങ്കിൽ എനിക്കത് ചെയ്യാൻ സാധിക്കില്ല, അത് ചെയ്യാൻ സാധിക്കുന്ന ഒരാളെ ഞാൻ പരിചയപ്പെടുത്താം. അങ്ങനെ എന്തെങ്കിലും ഒരു ഓൾട്ടർനേറ്റീവ് നമ്മളെക്കൊണ്ട് സാധിക്കുമെങ്കിൽ അവർക്ക് ചെയ്തു കൊടുക്കുക. നോ പറയുന്നതിലൂടെ എന്തിനും ഏതിനും നോ പറയണം എന്നല്ല ഉദ്ദേശിക്കുന്നത്. മറിച്ച് നമ്മളുടെ ജീവിതത്തെ മോശമായി ബാധിക്കുന്നതിനോട് നമ്മൾ നോ പറയുക തന്നെ വേണം. Say yes when you mean it. Say no when you need it. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. മറ്റ് വീഡിയോസ് കാണാനായി സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി കാണാം. ബൈ.